ഇങ്ങോട്ടോക്ക്. പുറകിൽ ഒരാൾക്ക് സൗകര്യമായി ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. വേഗം എത്തുകയും ചെയ്യാം. മിസ്റ്റർ, എന്തിനാ എന്റെ പുറകെ എങ്ങനെ ചുറ്റുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ? ഇല്ലല്ലോ. അത് സീതയെ കണ്ട അന്ന് തന്നെ ഞാൻ ഉപേക്ഷിച്ചു. ഇവിടെ എത്തിയോ? പിന്നെ എത്താതെ. സീത എവിടെ പോകുന്നോ അവിടെ ഞാനും ഉണ്ടാവും. തോറ്റില്ല ദൈവമേ. നല്ല ചിത്രം അല്ലേ സീത? എനിക്കറിയില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കണം. അങ്ങനെ ചോദിക്കാൻ പറ്റിയ വേറെ ആരുമില്ലല്ലോ. അതുകൊണ്ടല്ലേ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടുന്നത്? ഞാൻ പാവല്ലേ? അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും സീതേ, ആശ തീരും. നാണമില്ലാതായല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സീതയെ കണ്ട നാൾ മുതൽ ഞാനത് ഉപേക്ഷിച്ചെന്ന്. സീതേ, ഒരു ലവ് ഡ്യുവറ്റ് പാടാനുള്ള മൂഡ് വന്നു. എന്താ ചെയ്യുക? ഒന്ന് സഹകരിച്ചൂടെ? നമുക്കൊന്ന് കാച്ചുകളെ. മുട്ടുവിൻ തുറക്കപ്പെടുന്ന ദൈവവചനം. ഞാൻ എത്ര കാലമായി കിടന്ന് മുട്ടുന്നു. തുറന്നില്ലെങ്കിലും സ്നേഹത്തിൽ ഒന്ന് രണ്ട് വാക്ക് സംസാരിച്ചൂടെ മാഡം? കൂപ്പണുണ്ട്, എന്റെ കയ്യിൽ കൂപ്പണുണ്ട്. തരാം. നീ വായിച്ചതാ? ഞാൻ നോക്കിയായിരുന്നു ഇത് ആര് വരുന്നതെന്ന്. നിർമ്മല ചേച്ചി പറഞ്ഞിരുന്നു സീത എന്ന് വരുമെന്ന്. ചിറ്റമ്മയ്ക്ക് സുഖമല്ലേ? പരമസുഖം. അമ്മയ്ക്ക് സുഖമാണോ ചോദിച്ചു.
എന്നാ എനിക്ക് സുഖമാണോന്ന് ഒരു വാക്ക് ചോദിച്ചോ? അത് പ്രത്യേകിച്ച് എന്തിനാ ചോദിക്കുന്നത്? ഹരിയുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ സുഖമാണെന്ന്? ഹരി എവിടേക്കാ? ഓ വെറുതെ ക്ലബ് വരെ പോവാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ പോണമെന്നില്ല. ഒരു തരൂ, ബാഗ് ഞാൻ പിടിച്ചോളാം. നോ താങ്ക്സ്. ഏത് ബസ്സിനാണ് നീ വരുന്നെന്ന് അറിയാത്തതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ വരണമെന്ന് സംശയിച്ചു. ബാങ്കിൽ നിന്ന് വരുന്ന വഴി വെറുതെ ഒന്ന് നോക്കിക്കളയാമെന്ന് കരുതി വരികയായിരുന്നു. വാ കയറ്. ഹരി വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. വരട്ടെ. ഇതായിരുന്നു നന്ദു. നീ എന്താടാ ഇവിടെ? ഹരി, ആ പെങ്കൊച്ചെന്തിനാ അയാളുടെ കാറി കയറിപ്പോയത്? ആര്? സീതയോ? ആ, അത് പിന്നെ സേതു വേട്ടം വന്ന് വിളിച്ചാൽ സീതയ്ക്ക് പോകാതിരിക്കാൻ ഒക്കുമോ? അയാൾ സീതാരാ? സീതയുടെ ചേച്ചിയുടെ ഭർത്താവ്. ആഹാ, അത് ശരി. നീ എന്താടാ ഒരു മുന്നറിയിപ്പും കൂടെ പെട്ടെന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഏയ് ഒന്നുമില്ല, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ. പിന്നെ കമ്പനിയുടെ സെയിൽസ് പ്രൊമോഷൻ സർവേ നടക്കുകയാണ്. എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഏരിയ ഇതാണ്. സി, ഐ എം ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി നൗ. ഓ മനസ്സിലായി. എന്ത്? അല്ല, ഈ ഏരിയ നിനക്ക് അലോട്ട് ചെയ്താണോ? അല്ലെ, ഒന്നുമില്ലേലും 4-5 കൊല്ലം നിന്റെ കൂടെ കോളേജിലും ഹോസ്റ്റലും ഒരുമിച്ച് കഴിഞ്ഞല്ലേ? പാല് വെക്കും പറഞ്ഞൂടെ? ദേ, നിന്റെ അടുത്ത് എന്തിനാ വിളിക്കുന്നത്? ഞാൻ ആ സീതയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അങ്ങനെ വരട്ടെ. അപ്പൊ സംഭവം വേണല്ലേ? ആ, നീ മുഴുവനും കേക്ക്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ച് ദിവസം ലീവ് എടുത്ത് ഇങ്ങോട്ട് പോന്നു. ഇവിടെ ആവുമ്പം നിന്റെ സപ്പോർട്ടും ഉണ്ടാവുമല്ലോ. നീ എങ്ങനെയെങ്കിലും അവളോട് അല്ലെ അവളുടെ വീട്ടുകാരോട് പറഞ്ഞ് ഒരു ലൈൻ ഒന്ന് ഇണക്കി തരണം. എന്നാലും നന്ദു, കോളേജിലും ഹോസ്റ്റലിലും വെച്ച് നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷെ അതിന് പ്രത്യുപകാരമായിട്ട് നീ എന്നെ കൊണ്ട് ഈ മാമാപ്പണി ചെയ്യിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ. ഇവിടെ ചക്കര, ഞാൻ നിന്നോടല്ലാതെ ആരുടെ പറയാ? ഏതായാലും നീ വാ, നമുക്കൊരാരൊക്കെ നോക്കിക്കളെ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്ന് അറിയണമല്ലോ. ഇതൊന്ന് പിടിച്ചേ. വന്നു. നമ്മുടെ തന്നെ ആണോ? സോണിക്കുട്ടി, എത്ര നേരമായി ഞാനും അമ്മ ആന്റി വരാൻ കാത്തിരിക്കുന്നു. ആഹാ, സേതേട്ടാ, ചേച്ചിയുടെ മുഖത്തുനിന്ന് ഒരു മാറ്റം. കവിളൊക്കെ ദേ തുടുത്ത്, കണ്ണൊക്കെ ദേ തിളങ്ങി. രണ്ടാമത്തെ പ്രൊഡക്ഷന്റെ വല്ല തുടക്കമാണോ? ആണോന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാൻ വയ്യ. ആണെന്ന് ഉറപ്പ് പറയാറുമായിട്ടില്ല. കണ്ടോ കണ്ടോ, അപ്പൊ എന്റെ ഊഹ ശരിയാണേ. വന്ന് കേറുന്നല്ലേ ഉള്ളൂ, തുടങ്ങി പെണ്ണിന്റെ വായാടിത്തം. ഹോസ്റ്റലിൽ നീ എണ്ണം കഴിയുമ്പോൾ തേച്ച് കുളിക്കാറില്ലല്ലേ? ഇരിക്കുന്ന കോലം കണ്ടില്ലേ, മുടിയൊക്കെ ചട പിടിച്ചു. പിന്നെ ഇവിടുത്തെ പോലെ എണ്ണയും കൊഴുമ്പും തേച്ച് വിസ്തരിച്ച് നീരാടാൻ അവിടെ വെറുതെ ഇരിക്കണമെന്ന് ചേച്ചിയുടെ വിചാരം. കോലം കെട്ട് നടന്നാലേ വല്ലവനും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടുപോകാനുള്ളതാണ്. ഓ, ഈ കോലം കണ്ടു വരുന്നവര് വന്നാ മതി. അല്ലെങ്കിൽ ഞാനും എന്റെ സോണിക്കുട്ടിയും കൂടെ ഇവിടെ ഇങ്ങനെ കഴിയും, ഇല്ലേ മോളെ? അല്ല, അനിയത്തി വന്ന വെള്ളത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ള കാര്യം മറന്നുപോയോ? ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ. ഒരു കപ്പ് കാപ്പിയെങ്കിലും തന്നു ശ്രീമതി. അയ്യോ സോറി സേതുവേട്ടാ, ഇപ്പൊ കൊണ്ടുവരാം. ഇതേപ്പോ വന്ന് കയറിയതേ ഉള്ള അച്ഛാ. എത്ര ദിവസം ഉണ്ട്? 9th തിരിച്ചെത്തണം. പഠിത്തമൊക്കെ നന്നായിട്ട് നടക്കത്തില്ലേ? ഓ അച്ഛാ.
സേതുവിനെ രാവിലെ ആ തോമസ് മാത്യു വിളിച്ചിരുന്നു. ഞാൻ ബാങ്കിലേക്ക് വിളിക്കാൻ പറഞ്ഞു. ആ വിളിച്ചിരുന്നു. ഞാൻ വന്നു കയറിയുള്ളൂ. ഈ ഡ്രസ് ഒന്ന് മാറ്റിട്ട് വരാം. ശരി. സോണിക്കുട്ടി ബാ, മുത്തശ്ശൻ കഥ പറഞ്ഞു തരാം. വേണ്ട, ഇന്ന് ആന്റി കഥ പറഞ്ഞുതരും. ഓ, ആന്റി വന്നപ്പോ സോണിക്കുട്ടിക്ക് മുത്തച്ഛനെ വേണ്ട. മുത്തച്ഛനെയും വേണം, ആന്റിയും വേണം. ഇത് ചെറിയ ടൗൺ ആയതുകൊണ്ട് ഇവിടെ വലിയ സൗകര്യമുള്ള ഹോട്ടലൊന്നും കാണില്ലല്ലേ? അല്ല, എനിക്കാണെങ്കിൽ 5-6 ദിവസം ഡ്യൂട്ടി ഇവിടെ. പക്ഷെ എന്ത് ചെയ്യാനാ, ദിവസവും പോയിട്ട് വരിക പറഞ്ഞാൽ. ഷോ, എന്താ കുഞ്ഞെ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? മോൻ ഒരു കാര്യത്തിന് ഇവിടെ വരുമ്പോ ഹോട്ടൽ അന്വേഷിക്കുന്നത് ശരിയാണോ? ഇത് മോന്റെ വീട് പോലല്ലേ? അതെ, എന്നാലും അമ്മ അത് അമ്മയ്ക്ക് ഒരു അസൗകര്യാവില്ലേ? എന്താ അസൗകര്യമെന്നാ? ഹരി കോളേജിൽ പഠിക്കുമ്പോ എങ്ങനെ കഴിഞ്ഞവരാ നിങ്ങള്? ഒന്നുമില്ലെങ്കിലും കുഞ്ഞിന്റെ വീട്ടിലും ഹരി കുറെ നാൾ താമസിച്ചതല്ലേ. വേറെങ്ങും പോകണ്ട. ഇവിടുത്തെ ജോലിയൊക്കെ തീരുന്നത് വരെ മോൻ ഇവിടെ തന്നെ താമസിച്ചാ മതി. അമ്മയ്ക്ക് എങ്ങനെ ബന്ധമാണെങ്കിൽ എങ്ങനെയാവാം, അല്ലേടാ ഹരി? എടാ, പട്ടി ഉണ്ടാവോടാ? വാടേ, ധൈര്യമായിട്ട് വാടേ. ഇതെന്റെ സ്വന്തം വീട് പോലെ. എനിക്കിവിടെ ഭയങ്കര ഫ്രീഡമാണ്. കൂടെ വാ. അയ്യോ, Yes, young man. ഒന്നുമില്ല. ഇതെന്റെ ഫ്രണ്ട് മിസ്റ്റർ നന്ദകുമാർ. ഹലോ. ഹലോ. വന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും? വെറുതെ ചുമ്മാ സേതുവേട്ടനെയൊക്കെ വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അതെ. അതിന് അവരാരും ഇവിടെ ഇല്ലല്ലോ. ഓഹോ, അത് ശരി. അവരൊക്കെ അമ്പലത്തിൽ പോയിരിക്കുക. അപ്പൊ പിന്നെ ഞങ്ങള് സൗകര്യം പോലെ വന്ന് കണ്ടോളാം. ശരി. എന്താ ഹരി, വന്നിട്ട് ഉടനെ മടക്കമായോ? വന്നപ്പോ ആരും ഇല്ലെന്ന് പറഞ്ഞേ. അപ്പൊ പിന്നെ പോയേക്കാന്ന് കരുതി. സേതുവേട്ട, ഇത് എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ്, മിസ്റ്റർ നന്ദകുമാർ. ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി ആയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. സേതുവേട്ടനെ കുറിച്ചും നിർമ്മല ചേച്ചിയെ കുറിച്ചും പിന്നെ സീതയെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താമല്ലോ എന്ന് എഴുതി കൊണ്ടുവന്നതാ. ഹലോ, വെരി നൈസ് ഓഫ് യു ടു ഹാവ് കം. It's my pleasure. നമുക്ക് ആദ്യം സംസാരിക്കാം. ഞാനൊരു ഷർട്ട് ഇട്ടുകൊണ്ട് ഉടനെ വരാം. ശരി. കണ്ടോ, ഇതാണ് എനിക്ക് ഇവിടെ ഉള്ള ഒരു ഹോൾഡ് എന്ന് പറയുന്നത്. കണ്ടു. നേരത്തെ നാക്കിറങ്ങി തലയും താഴ്ത്തി ഇറങ്ങി പോകാൻ നേരത്ത്. എടാ, അത് മാത്രമേ ഒരു പ്രോബ്ലം ആയിട്ടുള്ളൂ. അയാൾ ഒരു ചൂട മൂപ്പില്ല. വേറെ ഒന്നിനും ഒരു പ്രോബ്ലം ഇല്ല. വെയിറ്റ് ചെയ്യ്. കേട്ടോ സേതുവേട്ട, നമ്മുടെ നന്ദു പറയായിരുന്നു, വീടായ ഇങ്ങനെ ഇരിക്കണം. സോ സിമ്പിൾ ബട്ട് ഡിഗ്നിഫൈഡ്. അതെ അതെ. അവൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. മിസ്റ്റർ നന്ദകുമാർ ഇവിടെ ഞാൻ കമ്പനിയുടെ ഒരു സർവേക്ക് വേണ്ടി ഡെപ്യൂട്ടേഷൻ വന്നാണ്. 5-6 ദിവസം ഉണ്ടാവും. ആയിട്ട് ഭയങ്കര തിരക്കാണ്. ഇന്ന് പിന്നെ ഞാൻ നിർബന്ധിച്ച് പിടിച്ചിട്ടാ ഒന്ന് കയറിയിട്ട് പോകാന്ന് സമ്മതിച്ചത്. സേതുട്ടാ, കാപ്പ് കുടിക്കണ്ടേ? ബാങ്കിൽ പോകാനുള്ളതല്ലേ? ഹരിയും മിസ്റ്റർ നന്ദകുമാറും വരൂ, നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അയ്യോ, അത് വേണ്ട. കാപ്പ് കുടിക്കാൻ നിൽക്കാൻ തീരെ സമയമില്ല. നന്ദുവിനാണെങ്കിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. മാത്രമല്ല, ഞങ്ങൾ ഇപ്പൊ വീട്ടിൽ നിന്ന് കാപ്പ് കുടിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. നിങ്ങൾ വന്ന ദിവസം എനിക്ക് വളരെ തിരക്കായി പോയി. ഒരു ഹോളിഡേ നോക്കി ഫ്രീ ആയിട്ട് ഇറങ്ങും, നമുക്ക് സംസാരിച്ചിരിക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നന്ദുവും വളരെ ബിസിയാണല്ലോ. സീത, ഓക്കെ, ചെയ്യും. പറ്റേ? കോട്ടെ ചേച്ചി. ഈ ഒരു കാര്യത്തിന് വേണ്ടി നിന്നെ കൂട്ടി വിളിച്ച എന്നെ വേണം തല്ലാൻ. അതിനെന്ത് പറ്റി? ഞാൻ വിളിച്ചോണ്ട് വേണ്ട നിന്നെ അവരകത്ത് കയറ്റിയിരുത്തി. ഈ അകത്ത് വിളിച്ച് കയറ്റി. എന്നിട്ട് എന്തോന്നിനാ അയാളെ മെമ്പർന്നേരം കാണാനോ? അതിപ്പോ നിന്റെ മനസ്സിരിപ്പോ എങ്ങനെ ഞാൻ അറിയുന്നത്? എടാ, നമ്മൾ എന്തിനാ അവിടെ പോയത്? സീതയെ കാണാൻ, പരിചയപ്പെടാൻ, പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ. അതിന് അവൾ അകത്ത് കയറുന്നത് ഞാൻ എന്തോ ചെയ്യാനാ? എടാ, അതിനല്ലേടാ നമുക്ക് ദൈവം നല്ലൊരു വഴി കാണിച്ചത്. എന്ത് വഴി? എടാ, അവരെ നമ്മളെ കാപ്പിടിക്കാൻ വിളിച്ചല്ലേ? ആരുടെ അവൻ? ആദ്യമായിട്ട് ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോ അവര് നമ്മളെ കാപ്പ് കുടിക്കാൻ വിളിച്ചെന്ന് കരുതി. നമുക്കൊരു സ്റ്റാറ്റസ് ഒക്കെ വേണ്ട. തേങ്ങാ കൊല. 5-6 ദിവസത്തെ ലീവ് എടുത്ത് ഡെപ്യൂട്ടേഷൻ ആണെന്ന് നുണയും പറഞ്ഞ് ഞാനിവിടെ കൂടിയിരിക്കാൻ സ്റ്റാറ്റസ് നോക്കാല്ലേ? എടാ, അവർ കാപ്പിടിക്കാൻ വിളിച്ചപ്പോ നീ വേണ്ടെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി നിന്നെ എത്ര വേണം നുള്ളി തോണ്ടി? കൊശവന് വല്ലതും മനസ്സിലായിട്ട് വേണ്ടേ? എടാ, കാപ്പ് കുടിക്കാതിരിക്കുമ്പോ നമുക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ഇടയ്ക്കൊരു കപ്പ് കാപ്പി കൊണ്ട് തരാനെങ്കിലും സീത വരും. ഫോർമാലിറ്റിക്ക് വേണ്ടി 1-2 വാക്കെങ്കിലും പറയും. അറ്റ്ലീസ്റ്റ് ഒരു ബേസ് എങ്കിലും ഇട്ട് വെക്കായിരുന്നു. ചൊക്കൻ മുഴുവൻ ചാൻസ് നഷ്ടപ്പെടുത്തിയല്ലോ. സമാധാനമല്ലോ.
ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ അളിയ, ഈ വക കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലെന്ന്. ആദ്യമൊക്കെ ആവുമ്പോ അല്ലറ ചില്ലറ മിസ്റ്റേക്സ് ഒക്കെ വരും. നീ അങ്ങ് ക്ഷമിക്കും. ശരി, ആദ്യം അവനെ ക്ഷമിച്ചിരിക്കുന്നു. ഇനി കാപ്പിടിക്കാൻ പറ്റട്ടെ, ഞാൻ ഏറ്റു. കേട്ടല്ലോ? വാ വാ. ഈ വാതിലൊന്ന് അടച്ചിട്ടായിരുന്നെങ്കിലേ ബാക്കിയുള്ളവർക്ക് ഇതൊന്നും കാണണ്ടായിരുന്നല്ലോ. കോഴ്സ് ഒന്ന് കഴിയട്ടെ, നിനക്കൊരാൾ വരുമല്ലോ. അപ്പൊ ഇത് ഓരോന്നിനും ഞങ്ങൾ പകരം ചോദിക്കും, അല്ലേ നിർമ്മലേ? പിന്നെ ഇവിടുത്തെ കാര്യപരിപാടികൾ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മാറിയിക്കാം. പോവണേ അവിടുന്ന്. സേതുവട്ടം പോകുമ്പോ ഞാനും ഉണ്ട് കൂടെ. ടൗൺ വരെ സുശീലയുടെ വീട് വരെ ഒന്ന് പോകണം. പിന്നെ നിനക്ക് എഴുന്നുള്ള ആളുടെ പറവപ്പിച്ച് നടക്കലല്ല എനിക്ക് ജോലി. എനിക്ക് 10 മണിക്ക് മുമ്പ് ബാങ്കിലെത്തേണ്ടതാ. അതിനിപ്പോ മണി 9:30 ആയുള്ളൂ. പോകുന്ന വഴിക്കൊന്ന് ഡ്രോപ്പ് ചെയ്തൂടെ? ഓ, അപ്പോഴേക്കും എത്തിയല്ലോ. അനിയത്തിയെ സപ്പോർട്ട് ചെയ്യാൻ അവൾക്ക് വേണ്ടി പറയാൻ നമ്മളല്ലാതെ പിന്നെ ആരാ ചെയ്തുവിട്ടാ? സമ്മതിച്ചേ. ഇതേ നീ കാറിലോട്ട് കയറിക്കോ, എവിടെ വേണമെങ്കിലും കൊണ്ടുവിടാം. എന്താ പോരെ? സേതു വരണ. എങ്ങോട്ടാ? ചുമ്മാ വെറുതെ. ടൗണിലേക്കാണ് കയറും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, വാ കേറടാ. കണ്ടത് നന്നായി. ഇവിടെ ഓട്ടോറിക്ഷ കിട്ടാൻ വലിയ പാടാണ്. സിറ്റിയിലാണെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല. ഇതിന്റെ അപ്പോൾസ്റ്ററി നന്നായിരിക്കുന്നു. കോയമ്പത്തൂരായിരിക്കും ജയിച്ചത്. ഇവിടെ തന്നെ. ശരിടാ, ഇതേത് മോഡലാ? 72. അയ്യോ, കണ്ടാ തോന്നത്തില്ല. ഞാൻ വിചാരിച്ച 79 80 ആയിരിക്കുന്ന. ഇതെവിടേക്കാ? ചേട്ടാ, ആ ജംഗ്ഷനിൽ നിർത്തിയാൽ മതി. സുശീലിന്റെ വീട്ടിലേക്കല്ലേ പോകേണ്ടത്? അവള് ചിലപ്പോ വീട്ടിലുണ്ടാവില്ല. ഇവിടെ ലീലയുടെ വീട്. ഇവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു. ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പൊയ്ക്കോളാം. ആ. വരട്ടെ. ആ. ശരിടാ, ബാങ്കിലേക്ക് പോകുന്ന വഴിയായതുകൊണ്ട് ടൗണിൽ തന്നെ ഡ്രോപ്പ് ചെയ്യണമെന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ഇറക്കിയാലും മതി. ഞങ്ങൾ പൊയ്ക്കോളാം. ഏയ് സാരമില്ല, ഞാൻ ഏതായാലും ഒഴിക്കാൻ പോകുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്യും. ശരിടാ, ഇവിടെ വിട്ടാ മതി. ഓക്കെ സേതു. താങ്ക്സ്. ഓക്കെ. ഇനി ഈ കണ്ട ദൂരം മുഴുവൻ തിരിച്ചു നടക്കണമല്ലോ. അനുഭവിച്ചാടാ ചൊക്ക. ഒരു കാര്യം, ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ത് കോൺഗ്രസാ? പണ്ട് സൂക്ഷ്മമായി പറഞ്ഞാല് 1945 സ്വാതന്ത്ര്യ സമരം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലം. അന്ന് ഈ നിൽക്കുന്ന സേതു ഒന്നും ഇല്ല. കേട്ടോ നേരെ, നമ്മുടെ TK-യും അനന്തസുബ്രഹ്മണ്യരും ചേർന്ന് നിർബന്ധിച്ചിട്ടാണ് എന്നെ കോൺഗ്രസ് ചേർത്തത്. ഞാനന്ന് സിംഗപ്പൂരിലായിരുന്നുകൊണ്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രഗിളിനെ പറ്റി നേരിട്ടുള്ള അനുഭവമില്ല. എന്റെ പത്മനാഭൻ നായര്, അതൊരു കാലമായിരുന്നു. ആവേശം അങ്ങനെ അങ്ങ് നിറഞ്ഞിരിക്കല്ലേ. ആരോടാ കളിക്കുന്നേ? സാഹിബിനോടാ. തന്നേക്കാ വലിയ ശത്രുവിനെ നേരിടുമ്പോഴുള്ള ആ ഒരു വീര്യം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാ. ഞാനും കൂടെ കോൺഗ്രസ് ആയപ്പോ ആളുകളൊക്കെ ഇളകി. എന്റെ പൊന്നു ചേച്ചി, എന്തെങ്കിലും കാരണം പറഞ്ഞ് ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കും. അല്ലെങ്കിൽ അവര് രണ്ടുപേരും കൂടെ ചേർന്ന് ചേട്ടനെ ഇന്ന് കഷ്ണമാക്കും. നിൽക്കുന്ന നിൽപ്പ് വേണ്ട, പാവം തോന്നും ചേച്ചി. നീ എന്തെങ്കിലും കാരണം പറഞ്ഞ് ചേട്ടനെ വിളിക്കിച്ചല്ലോ. ഇന്നത്തെ പോലെ ധാരാളം രാഷ്ട്രീയ പാർട്ടികളൊന്നും അന്നില്ലല്ലോ. കോൺഗ്രസ് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ചെയ്തേട്ടാ, ചേച്ചി വിളിക്കുന്നു. നീയല്ലേ? ഞങ്ങൾ കുറച്ചേരം കൂടെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, പിന്നെ അവിടുത്തെ വധത്തിൽ നിന്ന് രക്ഷിച്ചതിന് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തരണം കേട്ടോ. സ്വതയം ഇല്ലാത്ത ആളാണ് നമ്മുടെ അച്ഛൻ. സേതുവേട്ടന്റെ അച്ഛൻ വന്നപ്പോഴല്ലേ ഒന്ന് മിണ്ടി കേട്ടത്. നല്ല മിണ്ടലാണ്. ആരെ വെട്ടുമെന്നാ സംശയം. വാളും തമ്മിലല്ലേ ഉരസല്. പറ്റിയ പാർട്ടിയാ രണ്ടും. ഹലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ടൗൺ വരെ ഒന്ന് പോകണം. അപ്പൊ സേതുവേട്ടൻ ബാങ്കിൽ പോകുമ്പോ കൂടെ വന്നാ ഒരു ഫ്രീ ലിഫ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അതിനൊന്ന് ഞായറാഴ്ച അല്ലേ? അയ്യോ, അതോർത്തില്ല.
പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? മോൾ ഉറക്കമാണ്. നിർമ്മലാപ്പുറത്ത് കാണും. സീത രാവിലെ അമ്പലത്തിൽ പോയി. ആ, വരുന്ന വഴി ഹരിയുടെ വീട്ടിൽ കയറുമെന്നാ പറഞ്ഞത്. നിർമ്മലേ, ദാ ഹരിയും ഫ്രണ്ടും വന്നിരിക്കുന്നു. കാപ്പി എടുക്കൂ. കാപ്പി അതിനെന്താ കുടിക്കാം? കഴിഞ്ഞ തവണ കാപ്പ് കുടിക്കാൻ വിളിച്ചിട്ട് നിൽക്കാൻ പറ്റിയില്ല. തിരക്ക് കൊണ്ടാണെങ്കിൽ നന്ദുവിന് അത് വലിയ ഫീലിംഗ് ആയിപ്പോയി. അതുകൊണ്ട് ഇന്ന് ഏതായാലും കാപ്പ് കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഏതായാലും നിങ്ങൾ ഇന്ന് വന്നത് നന്നായി. ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം. അയ്യോ അതല്ല, കാപ്പി പിന്നീട് ഒരിക്കലാവാം. എനിക്ക് അത്യാവശ്യമായിട്ട് ടൗൺ വരെ ഒന്ന് പോയേ പറ്റൂ. എടാ അതിനത് ഞായറാഴ്ചയല്ലേ? അയ്യോ എന്നാലും പോണം, അത്ര അത്യാവശ്യമുള്ളതുകൊണ്ടാ. ഹരി ഒരു കാര്യം ചെയ്യ്, നീ സംസാരിച്ച് കാപ്പുടിയൊക്കെ കഴിഞ്ഞ് സാവകാശം വാ. അപ്പോഴേക്കും ഞാൻ പോയിട്ട് വരാം. മറ്റേട്ടാ എക്സ്ക്യൂസ് മീ, ഹരി ഇവിടെ ഉണ്ടോ? ഹരി നിങ്ങളും കൂടെ അല്ലേ വീട്ടിലേക്ക് പോയത്? അതെ, മാസം ഞാൻ പിന്നെ എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടെന്ന് കരുതി അങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. മിസ്റ്റർ, Yes? നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേ? പിന്നെ കമ്പനി നല്ല ഫസ്റ്റ് ക്ലാസ് ജോലിയുണ്ട്. 10,000-2,000 രൂപ ശമ്പളവും കിട്ടും. നാണമില്ലാതെ എന്തിനാ ഇങ്ങനെ നിങ്ങൾ എന്റെ പുറകെ നടക്കുന്നത്? ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് അത് നിർത്താറായില്ലേ? ആ, ഇത്രയും നാളായിട്ടും ഞാൻ ഈ പഠിച്ച പണി മുഴുവനും നോക്കിയിട്ടും എന്നെ മൈൻഡ് ചെയ്യാനുള്ള സീതയുടെ ഈ സ്റ്റൈൽ ഉണ്ടല്ലോ, അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. സത്യം, ഓരോ തവണ ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോഴും സീത എന്നെ ഇഗ്നോർ ചെയ്യുന്നു. ദ മോർ ഐ ലൈക്ക് യു. നിരസിക്കും തോറും എനിക്ക് ഇഷ്ടം കൂടുക. സത്യം പറഞ്ഞ എനിക്ക് സീതയെ കല്യാണം കഴിക്കണമെന്നവരെ ആഗ്രഹമുണ്ട്. ദേ, വെറുതെ തോന്നിയാസം വർഷിത്. കണ്ടോ, ഇപ്പൊ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു സീത ചോദിച്ചു. ഇതാണ് എനിക്കിഷ്ടം. അല്ലാതെ ഇത് കേട്ട ഉടനെ നാണിച്ച് തലതാഴ്ത്തി അച്ഛനോട് ചോദിക്കൂ എന്ന് പറയുന്ന അലവലാദികൾ ആർക്ക് വേണം? എതിർക്കൂ, അതാണ് എനിക്ക് സന്തോഷം. ഐ റിയലി മീൻ ഇറ്റ് സീത. എനിക്ക് സീത ഇഷ്ടമാണ്. ഐ ലവ് യു. ഈ നന്ദു ഉണ്ടല്ലോ, അവനൊരു പെക്യൂലിയർ ടൈപ്പാണ്. അങ്ങനെ ഇങ്ങനെ ആൾക്കാരുമായിട്ട് അടുക്കത്തില്ല. അടുത്താലോ ഭയങ്കര അറ്റാച്ച്മെന്റും ആയിരിക്കും. ധാരാളം സ്വത്തും പ്രതാപവും ഒക്കെ ഉള്ള തറവാട്ടി ജനിച്ചല്ലേ, അതിന്റെ ഒരു ഗുണം കാണാതിരിക്കോ? സ്വഭാവം എന്ന് പറഞ്ഞാലോ മഷിയിട്ട് നോക്കിയാൽ കാണില്ല ഇങ്ങനെ ഒരാളിനെ. സിഗരറ്റ് വലിക്കില്ല, സ്മാൾ അടിക്കില്ല, എന്തിന് യാതൊരുവിധ ചീത്ത സ്വഭാവങ്ങളും ഇല്ല. നന്ദുവിനെ കുറിച്ച് പറഞ്ഞിരുന്നോണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. ഹരി, ഈ പുതിയ പണി എപ്പോഴാ തുടങ്ങിയത്? ഏത്? അല്ല, കൂട്ടുകാരന് വേണ്ടി ഇപ്പൊ നടത്തുന്ന ഈ പണിയുണ്ടല്ലോ, അത് എപ്പോഴാ തുടങ്ങിയതെന്ന്. എടാ ചക്കരേ, നിന്റെ ഒരു ഐശ്വര്യം ഞാൻ ആലോചിക്കായിരുന്നു. നീ 1 മണിക്കൂർ മാറി നിന്നു, അതിന്റെ ഐശ്വര്യം എനിക്കുണ്ടായി. ഞാൻ സീതയെ കണ്ടു, എനിക്ക് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമാണെന്നുള്ള മാറ്റർ സ്റ്റൈലായിട്ട് അങ്ങ് പ്രസന്റ് ചെയ്തു. ഞാനിപ്പോ അതിനുള്ളതും കൂടെ അനുഭവിച്ചോണ്ടാ പോരുന്നത്. ഞാൻ എന്നാ ഈ മാമാപ്പണി തുടങ്ങിയെന്ന് അവളെന്റെ മുഖത്ത് നോക്കി ചോദിച്ചടേ. ആ, ഞാനങ്ങ് ഉരുകി വല്ലാണ്ടായി. എനിക്ക് അപ്പോഴേ തോന്നി നീ വല്ല തോന്നിയാസവും കാണിച്ചിരിക്കും. അല്ലെങ്കിൽ പിന്നെ സീത എന്റെ മുഖത്ത് അങ്ങനെ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിന്നെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോ ഹരി പറയായിരുന്നു, അമ്മയ്ക്ക് ഈന്തപ്പഴം എന്ന് വെച്ചാൽ ജീവനാണ്. അപ്പൊ ഞാനിന്ന് ടൗണിൽ പോയപ്പം കുറച്ച് വാങ്ങിച്ചേ, നല്ല സ്റ്റൈല സാധന. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞ അമ്മ സാധിച്ചു തരാം. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അതെ, ഞാൻ ഈയിടെ ഒരു കുട്ടിയെ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
അത് അവരോട് അവതരിപ്പിച്ചാൽ മാത്രം പോരാ, കല്യാണം നടത്തി തരണം. കുട്ടി ഏതാണെന്ന് പറ. സീത. നമ്മുടെ സീതയോ? ഇക്കാര്യം നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഇതിനാണോ ഇത്രയും വിളക്ക് കിട്ടിയത്? നല്ല കാര്യമാവുന്നേ. നല്ല കുടുംബം. ആ കുഞ്ഞാണ് എനിക്ക് എന്റെ മോളെ പോലെയാ. പിന്നെ കുഞ്ഞിന്റെ കുടുംബം ഒട്ടും മോശമല്ലല്ലോ. നിങ്ങൾ തമ്മിൽ ചേരും. നീ ഇതെവിടെയായിരുന്നു? അമ്മേ, ഞാൻ ക്ലബ്ബ് വരെ പോയിരുന്നു. ഇവിടെ നീ വരാന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ചുമ്മാ. ഇല്ല, ഞാൻ വേറെ വഴിക്ക് പോയി. എടാ ഹരി, നമ്മുടെ പത്മനാഭൻ ചേട്ടന്റെ മോള് സീതയില്ലേ, അവളെ നന്ദുവിന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? നല്ല ബന്ധമായിരിക്കും. നിങ്ങൾ സംസാരിച്ചോണ്ട് നിക്കേ, ഞാൻ ചോറ് കൊണ്ടുവാ. നന്ദു, നീ ആള് കൊള്ളാമല്ലോടാ. എടാ, അതാണടാ ആണുങ്ങളുടെ മിടുക്കെന്ന് പറയുന്നത്. നിന്നെ ഏൽപ്പിച്ചൊരു ജോലിക്ക് നിനക്ക് കാര്യപ്രാപ്തി ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ പിരിച്ചുവിട്ടു. പകരം കാര്യപ്രാപ്തി ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി. ദാറ്റ്സ് ഓൾ. സോ സിമ്പിൾ. നിന്നെ സമ്മതിക്കണം. ആ മക്കളെ, ഊണ് കഴിക്കാം. എനിക്ക് പോണു വേണ്ട. ആ, യവന് വേണ്ടി പെണ്ണാലോചിക്കാൻ അമ്മയ്ക്ക് സമയമുണ്ട്. ഇവിടെ ഒരുത്തും പെര ഇറങ്ങി എന്നിട്ട് അമ്മയ്ക്ക് ഒരു കുലുക്കവും ഇല്ലല്ലോ. അയ്യാ, പെണ്ണാലോചിക്കാത്ത കുറ്റമേ ഉള്ളൂ. കാശിന് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടോടാ? പെണ്ണാലോചിക്കണം പോലും. പിന്നെ ലോകത്ത് വരുമാനം ഇല്ലാത്തവനൊക്കെ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതിരിക്കല്ലേ? നീ പോടാണ്. ഞാൻ പോണം. ഹരി, കുഞ്ഞെ, നീ വന്ന് ഊണ് കഴിക്കേ. അവൻ പോന്നെങ്കിൽ പോട്ടെ. അമ്മ, എനിക്ക് ചോറില്ലേ? നിനക്ക് വേണമെങ്കിൽ വന്നുണ്ണ്. വേണേ വന്നോളൂ. എനിക്ക് വേണ്ട. വേണ്ടേ വേണ്ട. അമ്മ, മോരുണ്ടോ? ഇല്ല. ഇല്ല. മോരല്ലെങ്കിലും ഉണ്ണ. അമ്മ വിളിച്ചല്ലേ. ഹരിയുടെ കൂടെ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് ആ കുഞ്ഞിനെ അറിയാം. നല്ല പയ്യനാ. അതുകൊണ്ടാ ഞാൻ തന്നെ ഇത്രയും താല്പര്യമെടുത്ത് ഈ കാര്യം പറയുന്നത്. അയ്യോ, അതിനെന്താ ചിറ്റമ്മേ, കൊള്ളാവുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ആലോചിക്കാമല്ലോ. സേതുവട്ടം വരട്ടെ, അച്ഛനോടും പറയാം, പത്മനാഭൻ ചേട്ടനോട് ഞാൻ തന്നെ പറയാം. അതിനു മുൻപ് നീ സീതയെ വിളിച്ച് ഇണക്കത്തിന് നീ സേതുവും കൂടെ ചോദിക്കും. അവരുടെ മനസ്സോടൊന്നും അറിയണമല്ലോ. ശരി. ഹരി, കല്യാണം ആലോചിച്ചെന്ന് വെച്ചേ വീട്ടിലോട്ട് വിളിപ്പിക്കാതെ ബാങ്കിലോട്ട് വരാൻ പറഞ്ഞ എന്തിനാ? തല്ലിപ്പൊളി ആക്കൂ. ഏതായാലും നനഞ്ഞു. അവരെ കുളിച്ചു കയറാം. നമുക്ക് വരി നടത്തി വെച്ച് കാണാം. വാ. ആ, ഹരി കുറച്ചേരം പുറത്ത് നിൽക്കും. ഞാൻ അദ്ദേഹത്തോടും സംസാരിക്കണം. ഞാൻ പറഞ്ഞേക്കാം. നന്ദകുമാർ ഇരിക്കും. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇരിക്കണം. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അച്ഛനും അമ്മയും. ചേച്ചി ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ആട്ടെ, എത്ര ദിവസം കൂടെ ഉണ്ടാവും ഇവിടെ? അല്ല, അത് ഞാൻ ഉടനെ പോകും. ഓഫീസിൽ ജോയിൻ ചെയ്യേണ്ടതാണല്ലോ. ഓ, ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള ജോയിനിങ് ബാക്ക് അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ വളച്ചൊടിക്കാതെ ഒറ്റ വാക്കിൽ മറുപടി പറയാമോ? നിങ്ങൾക്ക് സീത ഇഷ്ടമാണോ? അത് I want a definite, precise answer in a single word. Say yes or no. പറയൂ. അതെ. എങ്കിൽ പിന്നെ അക്കാര്യം ആണുങ്ങളെ പോലെ ചുണയോടെ ഞങ്ങളുടെ അടുത്തൊന്നും പറയണ്ടേ? ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞു നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, അത് പിന്നെ ഇതിനു മുമ്പ് കല്യാണം കഴിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ്. I like your smartness. താങ്ക് യു. സീതയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷവും. സീത പഠിക്കുകയാണ്. പരീക്ഷയ്ക്കിന് കുറച്ച് ദിവസമുള്ളൂ. അത് കഴിഞ്ഞിട്ട് മതിയെന്നാണ് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ. പിന്നെ കല്യാണത്തിന് മുമ്പുള്ള റൊമാൻസ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു രസമാണ്. ബട്ട് ബി വിത്തിൻ ലിമിറ്റ്. അയ്യോ, അത് പിന്നെ പറഞ്ഞിട്ട് വേണോ? നന്ദുവിന്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോട് നന്ദു നീതി കാണിക്കും, ഇല്ലേ? തീർച്ച. ഗുഡ് ലക്ക്. താങ്ക് യു. Yes, what do you want? നീ എന്തോന്നടാ ഈ പറയുന്നത്? നിനക്ക് വേണ്ടി ഞാൻ എത്ര നേരം ഇവിടെ കാത്തു നിൽക്കുന്നതെന്ന് അറിയാം. ഇത് ഞാനാണടാ ഹരി. Yes. പോയാലും എന്തായാലും ഞാൻ എന്ത് പറയാനാണ് ചേച്ചി? അങ്ങനെയല്ല, നീ പറയണം. നിന്റെ മനസ്സ് പോലെ ഞങ്ങൾ എന്തും തീരുമാനിക്കൂ. ഹരിയുടെ അമ്മ ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നപ്പോ ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. ചെറുപ്പത്തിന്റെ ചില്ലറ തമാശകളല്ലാതെ നന്ദകുമാറിനെ കുറിച്ച് ഒന്നും എതിരായിട്ട് പറയാനില്ല. ഈസ് എ വെരി ഡീസന്റ് ബോയ്. ഇഷ്ടമാണെങ്കിൽ
ആണെങ്കിൽ ആണെന്ന് പറയാൻ, അല്ലെങ്കിൽ അല്ലെന്ന് പറയാൻ എന്തിനാ സീത മടിക്കുന്നേ? നിന്റെ ചേച്ചിയുടെ ചേട്ടന്റെ അടുത്തല്ലേ? പറയൂ സീതേ. എനിക്ക് ഇഷ്ടമാണ് ചേച്ചി. എങ്കിലും നേരത്തെ പറഞ്ഞ പോരെ. കേട്ടോ നിർമ്മലേ, എന്റെ ബലമായ സംശയം ഇത് നന്ദുവും സീതയും കൂടെയുള്ള ഒരു ഒത്തുകളിയാണെന്ന്. ചുമ്മാ ഇരു ചേട്ടാ. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ലാതെ നന്ദു കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ലീവ് എടുത്ത് ഇവിടെ കറങ്ങി നടക്കുമോ? അത് ശരിയാണല്ലോ. അയ്യോ, ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം പോലും അല്ല. എന്നിട്ട് നന്ദു പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ആണോ സീത? അല്ല ചേച്ചി, സേതുവായിട്ട് എന്നെ കളിയാക്കാൻ വേണ്ടി വെറുതെ പറയാ. കാര്യമൊക്കെ ശരി, കല്യാണം ഒന്നും ചെയ്തു. നന്ദുവിന് ജോലി സിറ്റിയില, നീ അവിടെ ഹോസ്റ്റലിൽ. വല്ലപ്പോഴും ഒക്കെ നന്ദു നിന്നെ കാണാമെന്നു വരും. കാണരുതെന്ന് ഞാൻ പറയുന്നില്ല. ബീച്ചിലേക്കോ പാർക്കിലേക്കോ ഒക്കെ വിളിച്ചാ പോകരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനപ്പുറം ചുമ്മാതിരിക്കും സേതുട്ടാ. എന്താ? സീത ഒന്ന് കാണണം. ഇരിക്കൂ, വിളിക്കാം. വരൂ. സീത ഇരിക്കൂ. അത്രയ്ക്ക് വിനയൊന്നും കാണിക്കണ്ട കേട്ടോ. ഇരിക്കൂ. ഇരിക്കുന്നേ. ഞാനൊരു പരമ ബോറിനാണെന്നായിരിക്കും സീത ധരിച്ചു വെച്ചിരിക്കുന്നല്ലേ? കുറെയൊക്കെ വാസ്തവാണ്. സാമാന്യം നല്ലൊരു ബോറൻ തന്നെ ഞാൻ. ബട്ട് ഒക്കേഷണലി പാവമാണ്, പ്രത്യേകിച്ചും സീതയുടെ മുന്നിൽ. ആട്ടെ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ എന്തൊക്കെ കൽപ്പനകളാണ് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളത്? ഞാനിവിടെ കാണാൻ വന്നാൽ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നാൽ തലയാട്ടിയോ ചിരിക്കോ അല്ലാതെ ഒരൊറ്റ അക്ഷരം പോലും സംസാരിക്കരുതെന്ന് പറഞ്ഞയച്ചിട്ടുണ്ടോ? സപ്പോസ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഞാൻ വിളിക്കുന്നു, വരാൻ അനുവാദമുണ്ടോ? വന്നാൽ തന്നെ എവിടേക്കാ പോവാന്ന്? ബീച്ചിൽ, പാർക്കിൽ, കോഫി ഹൗസിൽ, സിനിമാ തിയേറ്ററിൽ, എന്തെൻ? അല്ല, എവിടം വരെയാണ് സ്വാതന്ത്ര്യം അനുഭവിച്ചു തന്നിട്ടുള്ളതെന്ന് അറിയാമല്ലോ എന്ന് കരുതി ചോദിക്കുന്നതാണ്.
സീതയുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നാൽ ഒരായുസ് മുഴുവൻ കടന്നുപോയാലും ഞാൻ അറിയില്ല. ഇത് ഇത്രയും നേരം ലാത്തി അടിച്ചിരുന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. കോഫി ഹൗസിൽ പോയി ഒരു കപ്പ് കാപ്പ് കുടിക്കാം, ഒന്ന് തിരിച്ചുകൊണ്ടാക്കുകയും ചെയ്യാം. ഓടീസേ ശനിയാഴ്ച ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്, അങ്ങോട്ട് വരൂ. എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ കാപ്പി തരാം. റിയലി? സോണിക്കുട്ടിക്ക് 3 വയസ്സല്ലേ ആയുള്ളൂ. കുട്ടികൾ തമ്മിൽ 4-5 വർഷത്തെ ഗ്യാപ്പ് ഉള്ളത് കുട്ടികൾക്കും നല്ലതാണ്, അമ്മമാർക്കും നല്ലതാണ്. ഞാനിത് എല്ലാരോടും പറയാറുള്ളതാ. പക്ഷേ കഴിഞ്ഞ ഡെലിവറി സമയത്ത് ഞാനിത് പറഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്താനാ, അറ്റ്ലീസ്റ്റ് ഫോർ ഫ്യൂച്ചർ ഗൈഡൻസ്. ഫോർച്ചുനേറ്റ്ലി വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും കാണുന്നില്ല, പേടിക്കാനൊന്നുമില്ല. പക്ഷേ മരുന്നുകളൊക്കെ കൃത്യമായി കഴിക്കണം കേട്ടോ. ആ കല്യാണമൊക്കെ എവിടം വരെ ആയി? 21-നല്ലേ? അതെ. ആ ഞാൻ വരും, തീർച്ചയായിട്ടും വരും. 2-3 നേരം പായസമൊക്കെ കാണൂല്ലേ? ഓ എനിക്കാണെങ്കിൽ ഇത്രയും ഇഷ്ടമുള്ള ഒരു സാധനം വേറെ ഒന്നില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ഛന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയണം. പറയാം. പറ്റേ. ഓക്കെ. ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? വീണ്ടും ഇത്ര പെട്ടെന്ന് ആവേണ്ടിയില്ലായിരുന്നു. അതെ, ഡോക്ടർ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട്. അല്ല പിന്നെ ഇതൊക്കെ ഇന്നപ്പോ വേണമെന്നും ഇന്നപ്പോ വേണ്ടെന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളും മറ്റും ആണോ പറ്റ്? ഞാൻ നമ്മുടെ ഓരോ ഗതികേട് ആലോചിക്കേ. കല്യാണം കഴിഞ്ഞിടയ്ക്ക് എവിടെയെങ്കിലും LFC എടുത്ത് ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. അച്ഛനും അനിയത്തി ഒറ്റയ്ക്കാവുമല്ലോ എന്നായിരുന്നു നിർമ്മലയുടെ ഭക്ഷണം. സൗകര്യമായിട്ടൊന്ന് മാറി താമസിക്കാന്ന് വെച്ചാൽ അത് നടക്കണ്ടായി. അപ്പോഴേക്കും സോണിമോളുണ്ടായി. എന്നാ പിന്നെ സീതയുടെ കല്യാണം കഴിഞ്ഞിട്ടാകാം മുൻകാല പ്രാബല്യത്തോടു കൂടി ഒരു മധുവിധു എന്ന് കരുതിയപ്പോ കിടക്കുന്നു. അയ്യോ, മോളിപ്പോ ഒറ്റയ്ക്കാണ്, ചിറ്റുന്ന ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടാവും. നിർമ്മലക്ക് എല്ലാ കാര്യത്തിലും ആവശ്യത്തിലും കൂടുതലാണ് കൺസേൺ. ഒന്ന് സമാധാനമായിട്ടിരുന്നേ. ഹരിയുടെ അമ്മ പരിചയമില്ലാത്ത ആളോ മറ്റോ ആണോ? ഇതിനടുത്ത് ഹായ്, അമ്മയച്ഛനും വന്നു. അമ്മേ, എന്റെ നിർമ്മലേ, നിങ്ങൾ പോയേ പിന്നുണ്ടല്ലോ ഇവളെന്നെ നിലത്ത് നിർത്തിയിട്ടില്ല. മുത്തശ്ശി മുത്തശ്ശി എന്നും പറഞ്ഞ് കയ്യെ തൂങ്ങിക്കൊണ്ട് പറമ്പായ പറമ്പ് മുഴുവൻ നടത്തലായിരുന്നു. പിന്നെ ദേ ഏവൻ വന്ന് ഈ കുന്ത്രാണ്ട് എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോഴാ ഒന്ന് അടങ്ങിയത്. വീട്ടിലേക്ക് കയറുന്നില്ലേ മോനെ? ഇല്ല, ഞങ്ങൾ ചെന്നിട്ട് വേണം ഇൻവിറ്റേഷനിലേക്ക് അഡ്രസ് ചെയ്താൽ. അച്ഛൻ കാത്തിരിക്കുക. ഓ, പറഞ്ഞ പോലെ കല്യാണം ഇങ്ങനെ നടത്തല്ലോ. പത്മനാഭൻ ചേട്ടൻ ഇപ്പൊ ഇരിക്കപ്രതി ഉണ്ടാവില്ല. ഇനി ഒരു കല്യാണം നടത്താനാണെങ്കിൽ സോണിമോള് വലുതായിട്ട് വേണ്ടേ?
സോണിക്കുട്ടി അച്ഛന്റെ അടുത്താണോ കിടക്കുന്നേ അമ്മയുടെ അടുത്താണോ കിടക്കുന്നേ? ഞാനേ എന്റെ പേര് നടുക്കാ കിടക്കുന്ന. ഇവനൊരു നാണോ ഇല്ലല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അല്ല, കല്യാണത്തിന് ഇനി ഇത്രയും ദിവസങ്ങളേ ഉള്ളൂ. കല്യാണ പെണ്ണിന്റെ വീട്ടിൽ എപ്പോഴും എങ്ങനെ ഇടിച്ച് കയറുകയെന്ന് വെച്ചാൽ ആ നാണക്കേടെ ഞാനങ്ങ് സഹിച്ചു ഇല്ലേ മോളെ? ആ പിന്നെ നന്ദു വന്നത് ഏതായാലും നന്നായി. ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാനിരിക്കായിരുന്നു. എന്താ? 18-ാം തീയതി സോണിമോളുടെ ബർത്ത്ഡേ ആണ്. നന്ദു വരണം. 21-ാം തീയതി കല്യാണമാണെന്ന് കരുതി ഡെലിക്കസി ഒന്നും വേണ്ട. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഫോർമാലിറ്റിയും വേണ്ട. വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രം. നന്ദു വരണം കേട്ടോ. വരാം. ആ കല്യാണത്തിന് മുമ്പ് ഒന്നുകൂടെ കയറി വരാൻ അവനൊരു ചാൻസ് കൂടെ. എന്റെ യോഗം. അല്ലോട്ടെ. നന്ദു എത്തിയല്ലോ. എന്നാ വൈകുന്നെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. കേട്ടോ, സംഭവമൊക്കെ റെഡിയാണല്ലോ. പിന്നെ ഹായ്, ഹാപ്പി ബർത്ത്ഡേ സോണിമോൻ. താങ്ക് യു അങ്കിൾ. വാ മോളെ. ഊതു ഊതു. നമുക്കില്ലേ, അല്ലെങ്കിൽ മറന്നു പോലെയാ. അങ്കിൾ ഇതൊന്ന് വായിച്ചു. ഞാൻ വായിക്കാം, മോളിരി. ഇനിയിപ്പോ രാത്രി പോണോ നന്ദു? അയ്യോ പോണം. നമുക്ക് ഇവിടെ കൂടെ വേണോ നന്ദു? അത് പറ്റില്ല. കല്യാണത്തിന് ഇനി 3 ദിവസമല്ലേ ഉള്ളൂ.
അവിടെ ആൾക്കാരൊക്കെ എത്തുമല്ലോ. അവിടെ ചെന്നിട്ട് കുറെ അറേഞ്ച്മെന്റ്സ് ചെയ്യാനുള്ളതാണ്. എന്നാ ചെല്ലേ, കൂടുതൽ വൈകിക്കണ്ട. നീ വരുന്നില്ലേ? അയ്യോ, നല്ലൊരു ദിവസമായിട്ട് ഞാൻ ഇവിടെ നിന്ന് വയറ് നിറച്ചു എല്ലാം കഴിച്ചിട്ടേ വരുന്നുള്ളൂ. അല്ലേ കേട്ടാ? ഇങ്ങനൊരു സാധനം. അപ്പൊ ശരി, എല്ലാവരോടും സീതയോട് മാത്രമായിട്ട് യാത്ര ചോദിക്കായിരുന്നത്. ഇവരെല്ലാം ചുറ്റി നിൽക്കുന്നുണ്ട്. പോട്ടെ പോട്ടെ. ശരി. ലൈറ്റ് ഓൺ ചെയ്യും. ശരി. ചേട്ടാ പറഞ്ഞോളെ. തന്നില്ലേ നന്ദുങ്ങള്, അങ്ങള് മരിച്ചുപോയി. സീത, സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? വിധിയുടെ നിശ്ചയം എങ്ങനെയാണെന്ന് വെച്ചാൽ സഹിക്കലേ നിവൃത്തിയുള്ളൂ. നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷേ അത് നമ്മൾ പുറത്ത് ഭാവിച്ചുകൊണ്ടിരുന്നാൽ സീതയുടെ മുന്നിലെങ്കിലും നമ്മൾ പ്രസന്റായിട്ട് പെരുമാറും.
എങ്കിലേ അവളെ ഈ ഷോക്കിൽ നിന്നും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഐ അണ്ടർസ്റ്റാൻഡ് സേതു, ബട്ട് മോളെ, നിർമ്മല എവിടെ? മുറിയിലുണ്ട്. അല്ലെങ്കിലേ നിനക്ക് സുഖമില്ലാത്തത്, പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുമ്പോ സൂക്ഷിക്കണേ കുഞ്ഞെ. ആദ്യം പിടിച്ച് തൂക്കേടൊന്നും വരുത്തി വെക്കല്ലേ. എന്റെ കാര്യത്തിൽ സമാധാനമുണ്ട്. പാവം സീതയുടെ കാര്യം ഓർക്കുമ്പോ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം? വന്നതില്ലാതാക്കാൻ പറ്റുമോ? അതല്ല ചിറ്റമ്മേ, നന്ദു മരിച്ചെന്നറിഞ്ഞ പിന്നെ അവളൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പോലുമില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുക. എനിക്കതാണ് പേടി. ചേടാ, ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒരു മരിച്ച വീട് പോലെ എല്ലാരും ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കാൻ? അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, ആരാ ഇവിടെ മരിച്ചത്? ഞാൻ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചൊരു ഭാഗ്യമായെന്നാ. താലി കെട്ടിയതിന് ശേഷമായിരുന്നു സംഭവിച്ചിരുന്നെങ്കിലോ? അല്ല, അപകടം സംഭവിക്കാൻ ഇപ്പൊ ഇന്ന സമയമൊന്നും ഇല്ലല്ലോ. ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ആ മുഹൂർത്തത്തിൽ തന്നെ ഒരു ചെറുക്കനെ തപ്പിയെടുത്ത് കല്യാണം നടത്തി കൊടുത്തേ. ജീവിതത്തിൽ പ്രാക്ടിക്കലാണ് നായരെ. അച്ഛാ, ആ ഒന്നിങ്ങോട്ട് വരും. അച്ഛൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചാലോ? ആ സമയത്തിന് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? എടാ, മനസ്സിൽ എത്തിരിക്കും വെച്ച് താമസിക്കും, പെണ്ണിനെ ഇറക്കി വിടണം, അതാ ബുദ്ധി. അച്ഛാ പ്ലീസ്. ആ എനിക്കെന്നാ, ഞാൻ പറയാനുള്ള പറഞ്ഞു, അത്ര തന്നെ. ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്കാർക്കും അവളുടെ മനസ്സറിഞ്ഞുകൂടാഞ്ഞിട്ടാ. അവളുടെ മനസ്സാകെ തകർന്നു നിൽക്കുമ്പോൾ ഇനി ഇവിടെ നിന്നുകൂടി വിട്ടുനിന്നാലോ? ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് സീതയ്ക്ക് നല്ലത്. ഷീ നീഡ്സ് എ ചേഞ്ച്. സേതുവേട്ടൻ അങ്ങനെ പറയാം. സീതയുടെയും കൂടെ നന്മ മനസ്സിൽ കണ്ടുകൊണ്ടല്ലേ ഞാൻ പറയും. എന്നെ വിശ്വസിക്കൂ. കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാൽ ഹോസ്റ്റലിലെ ഫ്രണ്ട്സും ബഹളവും ഒക്കെ കൂടെ ആവുമ്പോൾ അവളുടെ മനസ്സിന് ടെൻഷൻ ഒന്ന് അയഞ്ഞു കിട്ടും. അവൾക്കും അത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടല്ലേ അവളും പോണമെന്ന് പറയുന്നത്. എന്താ മോളെ? ഞാൻ ഹോസ്റ്റലിലേക്ക് പൊയ്ക്കോട്ടെ അച്ഛാ. ഈ നിലയില് നീ ഇപ്പൊ പോണോ മോളെ? ഞാൻ പോവുകയല്ലേ അച്ഛാ നല്ലത്. ആ, നിനക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ പിന്നെ പാവം സീത ഒറ്റയ്ക്കിരുന്ന് കരയായിരിക്കും ഇപ്പോ. എനിക്കിപ്പോ അതല്ല പേടി. നീ എപ്പോഴും ഇതന്നെ ആലോചിച്ചിരുന്ന് വല്ലതും വരുത്തി വെക്കുമെന്ന. അവളെ കുറിച്ച് ആലോചിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാണുള്ളത്? എനിക്കെന്തോ അവളെ കാണാതിരുന്നിട്ട് മനസ്സിനൊരു സമാധാനമില്ല. നീ ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്. നമുക്ക് എല്ലാവർക്കും കൂടെ ഉടനെ ഒരു ദിവസം ഹോസ്റ്റലിൽ പോയി സീതയെ കാണാം. പോരെ? സോണിമോളെ, ആന്റിക്ക് ഉമ്മ തന്നെ. ചെയ്ത് നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, ഒന്നും കഴിക്കാറില്ലേ? എന്നേക്കാൾ ക്ഷീണം ചേച്ചിക്കാണല്ലോ. അത് പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ, എന്നെപ്പോലാണോ നീ? ഒരു കാര്യം, ഞങ്ങളിവിടെ വന്നത് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനാണ്. അതിനിടയ്ക്ക് ചേച്ചി അനിയത്തിയും കൂടെ ദുഃഖത്തിന്റെയും ക്ഷീണത്തിന്റെയും കാര്യം പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം. നമുക്കൊരു പണി കേട്ടോ, ഇന്ന് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തേക്ക് പോവാം. ആ, അയ്യോ, എനിക്ക് കുറച്ച് നോട്ട്സ് തയ്യാറാക്കാനുണ്ട്. നിങ്ങൾ പോയിക്കോ, ഞാനില്ല. ഇത് കേൾക്കുമ്പോ എനിക്കൊരു മാതിരി. ഒരു ഈവനിങ് ഞങ്ങളിവിടെ ചെലവഴിച്ചുകൊണ്ട് പോകുന്ന പഠിത്തമുണ്ടല്ലോ, അതങ്ങ് പൊയ്ക്കോട്ടെ.
അല്ലേ സേതുവേട്ടാ? അതെ, കമോൺ സീത. ഹരിയാണ് വിളിക്കുന്നത്. സീതേ, പോയി നല്ല കുട്ടിയായിട്ട് വന്നു. വാ ചെയ്തേ. വാ ആന്റി. ഒരു അബോർഷൻ ആണോ എന്ന് സംശയമുണ്ട്. ഉടനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. പ്ലീസ് ഡോക്ടർ.
ടെൽ മീ ഡോക്ടർ, നിർമ്മലയ്ക്ക് എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആവാതെ സേതു. എന്ത് തന്നെ ആണെങ്കിലും അത് നമുക്ക് ഫേസ് ചെയ്തില്ലേ പറ്റൂ. ഡോക്ടർ പ്ലീസ്, എന്താണെങ്കിലും തുറന്നു പറയും. സി മിസ്റ്റർ സേതു, നിങ്ങളുടെ മിസ്സസിന്റേത് അഡ്വാൻസ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി ഉണ്ടായ അബോർഷനാണ്. ആദ്യത്തെ 3 മാസം കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അബോർഷൻ അത്ര സേഫ് അല്ല. കഴിഞ്ഞ ഡെലിവറിയിൽ തന്നെ ചില കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നതായി ഡോക്ടർ റേച്ചൽ പറഞ്ഞു. പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ഷോക്കോ അതിനെ തുടർന്നുള്ള അഗ്നിയുമാകാം ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ. അഡ്വാൻസ് സ്റ്റേജിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. ചില അപൂർവം കേസുകളിൽ അത് ഇത്രയും വർഷമാകാറുമുണ്ട്. നിർമ്മലയുടെ ശരീരം തളർന്നുപോയി. ഒരു തരത്തിൽ ഒരു പാരാലിറ്റിക്കൽ സ്ട്രോക്ക്. സംസാരിക്കാനുള്ള ശക്തി വരെ നഷ്ടപ്പെട്ടു. എങ്കിലും കാണാൻ കഴിയും, ചുറ്റും നടക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒന്നിനൊരു പ്രതികരണം ഉണ്ടാവില്ലെന്ന് മാത്രം. മോസ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി ലൈക്ക് എ വെജിറ്റബിൾ. ചികിത്സിക്കാൻ നമുക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യാൻ ചെയ്തു. പക്ഷേ എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് ഇപ്പൊ ഉറപ്പ് പറയാൻ പറ്റില്ല. മിസ്റ്റർ സേതു എഡ്യൂക്കേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വിശദമായി പറയുന്നത്. ട്രീറ്റ്മെന്റ് നടത്താവുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം. ബട്ട് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. വർഷങ്ങളോളം ഇതേ കണ്ടീഷനിൽ കഴിഞ്ഞെന്ന് വരാം. പെട്ടെന്ന് മോശമാകാനോ അപൂർവം ചിലപ്പോൾ മെച്ചപ്പെടാനോ ഒരു സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കാവുന്നല്ലാതെ വ്യക്തമായി ഒന്നും പ്രൊഡിക്ട് ചെയ്യാൻ, ഐ മീൻ വി ഡു നോട്ട് ഹാവ് എ ഹോൾഡ് ഓവർ ദ സിറ്റുവേഷൻ. മെഡിക്കൽ സയൻസിനും ചില പരിധികളുണ്ട്. എപ്പോഴായാലും ഈ യാഥാർത്ഥ്യത്തോട് നിങ്ങളിനി പൊരുത്തപ്പെട്ടേ പറ്റൂ. എത്രയും നേരത്തെ കഴിയുന്നുവോ അത്രയും നല്ലത്. ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ എന്ത് ചെയ്യാം? അപ്പോ ചുരുക്കത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം. ആ കിടപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അത്ര ശരിയല്ലെന്ന്. എന്റെ മോന്റെ ജീവിതമാണ് തകരുന്നത്. കൊച്ചുമോക്കാണെങ്കിൽ 3 വയസ്സും. എന്തൊരു തലവിധിയാണെന്ന് നോക്കണം. നിർമ്മല ഇങ്ങനെ കിടക്കുമ്പോ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചിന്തിക്കാമോ? മനുഷ്യത്വം എന്നൊന്നില്ലേ? ഉണ്ട്, ഇല്ലെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പക്ഷെ അത് ജീവിച്ചിരിക്കുന്ന കാര്യത്തിലാണ് വേണ്ടത്, അല്ലാതെ ജീവിച്ചിരുന്നിട്ടും പ്രയോജനം കിട്ടുന്ന കാര്യത്തിലല്ല. ആ കൊച്ചു കിടപ്പിലായപ്പോ ഈ കിളവൻ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിരിക്കും ഡോക്ടർ ഇപ്പൊ ആലോചിക്കുന്നത്. രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ഒരു ദണ്ണവും 10 അല്ല 20 കൊല്ലം ചികിത്സിക്കാം. ഇതാണോ സ്ഥിതി? അല്ലല്ലോ. ഇങ്ങനെ 10ഉം 15ഉം കൊല്ലം കിടപ്പിൽ കിടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ക്ലോസ് ആകുന്ന എത്ര ദിവസമുണ്ട് ഇല്ലേ? കരയാതെ മോളെ, കരയാതെ കരയാതെ മോളെ. കരയാതെ ഇത് ഓളെ കരയാതെ മോളെ, കരയാതെ.
വാ മോളെ. മോള് കരയല്ലേ? നല്ല കുട്ടിയല്ലേ? ഇങ്ങനെ കരഞ്ഞാലോ? കരയാതെ മോളെ. ആന്റിയുടെ മോളല്ലേ? കരയല്ലേ? നാളെ ആന്റി മോൾക്ക് നല്ല കഥ പറഞ്ഞു തരാം. ഇപ്പൊ മോൾ ഉറങ്ങും. സേതു, ഞാൻ ഡോക്ടർ വർമ്മയായിട്ട് ഡിസ്കസ് ചെയ്തു. നിർമ്മലയെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇവിടെ ഹോസ്പിറ്റൽ കിടത്തുന്നതുകൊണ്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല, എത്ര നാളെന്ന് കരുതിയ ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് തന്നെ വീട്ടിലും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്തുണ്ടല്ലോ. സീത ത്രൂ ഔട്ട് കൂടെ ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്? ഡോക്ടർ തീരുമാനിക്കുന്ന പോലെ. എന്റെ മോള് ദുഃഖിക്കാതെ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഒക്കെ നേരെയാകും. വേണ്ട മോളെ, എനിക്ക് സുഖമില്ലാത്തല്ലേ. വേണ്ട മോളെ. ജോണിക്കുട്ടി അമ്മയുടെ അടുത്ത് ചാച്ചാൻ പോയപ്പോ മുത്തശ്ശി സമ്മതിച്ചില്ല. സാരമില്ല മോളെ, അമ്മയുടെ വാവ് മാറട്ടെ. മോക്ക് പിന്നെ ദിവസവും അമ്മയുടെ കൂടെ ചാച്ചാലോ. നല്ല കുട്ടിയല്ലേ, കരയാ. മോളെ ഇനി തരൂ ചെയ്തോട്ടാ. മോളെ, കോളേജിൽ നിന്നും PG കോഴ്സിനുള്ള അഡ്മിഷൻ കാർഡാണ്. എന്റെ ചേച്ചി ഈ നിലയിൽ കിടക്കുമ്പോൾ ഞാൻ ഇവിടം വിട്ട് എങ്ങനെ പോകാനാണ്? അച്ഛൻ വിഷമിക്കണ്ട, എനിക്കിതിൽ ഒരു സങ്കടവുമില്ല. ഞാൻ ബാങ്കിൽ പോവുക. 5 മണിക്കാണ് ഇനി വരും. നേരത്തെ മരുന്ന് കഴിക്കണം. ടാറ്റ മോളെ. വൈകിട്ട് വരുന്ന വഴി ഡോക്ടറെ കൂടി കൊണ്ടുവരണം. ആ. പാൽ
പത്മനാഭൻ ചേട്ടൻ ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? കല്യാണം നിശ്ചയിച്ച് മുഹൂർത്തത്തിന് മുൻപ് ചെറുക്കനോ പെണ്ണിനോ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകുന്ന സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലേ എന്ന് വിചാരിച്ച് ആയുഷ്കാലം മുഴുവനും എവിടെയെങ്കിലും നിർത്തിയിരുന്നാ മതിയോ? കുറുപ്പമാവൻ കൊണ്ടുവന്ന ആലോചന നല്ലതാ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുകയും ചെയ്യും. ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ കൂടി അവരെന്നോട് ചോദിച്ചു എന്തെങ്കിലും ഒന്ന് ഉടനെ അവർക്ക് അറിയണമെന്ന്. കാർത്തികേയമ്മേ, എന്റെ മക്കളില് ഒരാളെങ്കിലും സന്തോഷമായിട്ട് കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാതെ വരുമോ? ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് എന്താ ഫലം? ആകാവുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി സീതയോട്. എന്താ സീത നീ ഇത്ര വീണ്ടു വിചാരമില്ലാതെ പെരുമാറുന്നത്? ചിറ്റമ്മേ, എന്നെ നിർബന്ധിക്കരുത്. ഒന്നിനും വയ്യാതെ ചേച്ചി ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ, സോണിമോൾക്ക് ഇവിടെ ആരുമില്ലാത്തപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്റേതായ ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? എനിക്ക് കഴിയില്ല. ചേച്ചി 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 സീത സീത ചേച്ചി, അയ്യോ അനക്കമില്ല, കണ്ണു തുറക്കുന്നില്ല. ചേച്ചി, ചേച്ചി, അയ്യോ, അച്ഛാ, അച്ഛാ. ഭയപ്പെടാനൊന്നുമില്ല. ഈ സ്റ്റേജിൽ കിടക്കുമ്പോൾ ചിലപ്പോ കോമ ഉണ്ടായെന്ന് വരും. പൾസേറ്റ് സാധാരണ നിലയിലുണ്ട്. ഷീൽ ബി ഓൾ റൈറ്റ്. ഇങ്ങനെ ഇനിയും ഉണ്ടാകുമോ ഡോക്ടർ? പറയാൻ പറ്റില്ല സേതു. ഉണ്ടായെന്ന് വരും. ഉണ്ടായാൽ ചിലപ്പോൾ അത് നല്ലതിനുമാകാം, ദോഷത്തിനുമാകാം. എന്തായാലും ഫേസ് ചെയ്തില്ലേ പറ്റൂ. നിനക്ക് ജോലി തിരക്കുള്ള സമയം മറ്റോ ആണോ? അല്ല. നന്നായി, എനിക്കല്പം സംസാരിക്കാനുണ്ട്. നീ ഇരിക്ക. നിന്റെ മനസ്സിന്റെ വിഷമം തണുക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നാളും പറയാതെ കഴിച്ചു കൂട്ടിയത്. ഈ എത്ര നാളെന്ന് വെച്ചിട്ടാ, അല്ല എന്ത് ഭാവിച്ചിട്ടാ നിന്റെ ഇപ്പോഴത്തെ ഈ ജീവിതം? അവളെ രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസം ഡോക്ടർമാർക്ക് പോലും ഇല്ല. നീയാണെങ്കിൽ ചെറുപ്പം. നിനക്കൊരു ജീവിതം വേണ്ടേ മോനെ? അച്ഛൻ എന്താ ഈ പറയുന്നത്? ഞാൻ മാത്രമല്ല, നിന്റെ കൊച്ചച്ഛനും സഹോദരിയും ഒക്കെ ഇത് തന്നെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോ നീ വേറൊരു വിവാഹം കഴിച്ചെന്ന് വെച്ചാല് ഒരു മനുഷ്യരും കുറ്റം പറയില്ല, നിർമ്മലയുടെ വീട്ടുകാർ പോലും. അച്ഛാ, ഞാൻ എന്റെ നിർമ്മല അവള് മരിച്ചിട്ടില്ല, സമ്മതിച്ചു. പക്ഷെ ജീവിച്ചിരിക്കൊണ്ട് എന്താ പ്രയോജനം? നിന്റെ കുഞ്ഞിന്റെ ഭാവിയെങ്കിലും നീ ആലോചിക്കുക. നിർമ്മലയുടെ മനസ്സെങ്കിലും മരിക്കാതെ ബാക്കിയുണ്ടല്ലോ. എനിക്കത് മതി. ഇതും പറഞ്ഞുകൊണ്ടിരുന്ന അവസാന കാലത്ത് നിനക്ക് ആരും ഉണ്ടാവില്ല. അച്ഛൻ പറയുന്നതെല്ലാം ന്യായങ്ങളായിരിക്കാം. പക്ഷേ എന്റെ മനസ്സിനിപ്പോ ആ ന്യായങ്ങളൊന്നും കാണാൻ കഴിയില്ല അച്ഛാ. ഞാൻ മഹാസ്വാർത്ഥനാണെന്ന് നീ കരുതിയേക്കാം. അതേടാ, എന്റെ ചോഴയുടെ കാര്യത്തിന് സ്വാർത്ഥം തന്നെയാ. അത്ര കഷ്ടപ്പെട്ടാണ് നിന്നെയൊക്കെ വളർത്തിയത്. എന്റെ കണ്ണടയുമ്പോ നീയൊക്കെ സന്തോഷമായിട്ട് കഴിയുന്ന കണ്ടിട്ട് പോണമെന്നാ എനിക്ക്. ആ മോഹം കൊണ്ട് പറയാണെന്ന് കുട്ടി. നീ ആലോചിക്ക. നല്ലപോലെ ആലോചിക്കുമ്പോ അച്ഛൻ പറഞ്ഞാൽ ശരി നിനക്ക് ബോധ്യമാകും. എനിക്ക് പറയാനല്ലേ പറ്റൂ. നിന്റെ ഇഷ്ടം പോലെ. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു അടുത്ത ബന്ധുവായിട്ടാണ് ഞാൻ നിങ്ങൾ കരുതിയിട്ടുള്ളത്. വീട്ടിലിരുന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ സാറിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്താണ് ഡോക്ടർ? കഴിഞ്ഞ കോമയ്ക്ക് ശേഷം നിർമ്മലയുടെ സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. മരണത്തിന്റെ മുന്നിൽ കിടക്കുകയാണ് നിർമ്മല. കാർത്യായനിയമ്മ സീതയ്ക്ക് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ട് അവളത് സമ്മതിച്ചില്ലെന്ന് കേട്ടു. ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ദുരന്തത്തിന്റെ അടിയേറ്റ് വീണ സീത. സ്നേഹത്തിന്റെ പേരിൽ ഒന്നും ഭാവിക്കാതെ എല്ലാം കടിച്ചിറക്കി നിൽക്കുന്ന സീതു. പാവം. ഇങ്ങനെ തുടർന്നു പോയാൽ സേതുവും അതെ, സീതയും അതെ. അവർ പോലും അറിയാതെ സ്വന്തം ജീവിതം മറന്നു കളയുകയാണ്. സേതുവിന് സീതയോടൊത്തൊരു ജീവിതം ഉണ്ടായിക്കൂടി? സേതുവിനെ കൊണ്ട് സീതയെ വിവാഹം കഴിപ്പിച്ചാൽ എന്താ?
കേൾക്കുമ്പോൾ ചിലപ്പോ ഇത് ആദ്യം നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷേ നിങ്ങളുടെ ആചാരപ്രകാരം അത് പാടില്ലാത്തതല്ലോ. എന്താ സാർ ഒന്നും മിണ്ടാത്തത്? ഞാൻ ആലോചിക്കുകയായിരുന്നു, ഡോക്ടർ ഓർമ്മിപ്പിക്കാതെ തന്നെ എനിക്ക് തോന്നേണ്ടതായിരുന്നല്ലോ ഈ ഒരു ബന്ധമെന്ന്. ഇത് നടക്കുമെങ്കിൽ എന്നെപ്പോലെ സന്തോഷിക്കാൻ വേറെ ആരാണുള്ളത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ് സാർ. അല്ല, ഇതാര് ചേട്ടനോ? ഇരുന്നാട്ടെ. ഞാൻ നമ്മുടെ ഡോക്ടർ എച്ചിന്റെ അവിടുന്ന് വരികയാണ്. അവരൊരു കാര്യം പറഞ്ഞു. സീതയും സേതുവിനെയും തമ്മിൽ പെട്ടെന്ന് എന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ ഉള്ള ശക്തി എനിക്കിപ്പോഴില്ല. കാർത്തികലമ്മയുടെ അഭിപ്രായം എന്താ? നടന്നു കിട്ടിയ നല്ലൊരു കാര്യമാ. ചേട്ടന്റെ വീട്ടിലെ പകുതി ദുഃഖം ഇതോടെ മാറും. പക്ഷേ അവരുടെ മനസ്സിലിപ്പോ എന്താണെന്ന് എങ്ങനെ അറിയാ? അഥവാ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ തന്നെയും നാട്ടുകാരെന്താ പറയുക? നാട്ടുകാരോട് പോവാൻ പറയട്ടാ. അവനവന്റെ കുടുംബത്തിന്റെ സൗകര്യം നിലനിൽപ്പും അല്ലേ നോക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഇതെങ്ങും പതിവില്ലാത്ത മറ്റോ ആണോ? എന്നാലും ഒരെന്നാലും ഇല്ല. ചേട്ടന്റെ വീട്ടിലൊരു സങ്കടം ഉണ്ടായപ്പോ നാട്ടുകാരും വന്നില്ലല്ലോ. ഇപ്പൊ തന്നെ ചേച്ചി കിടപ്പായതിനു ശേഷം ചേട്ടനും അനിയത്തിയും കൂടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലൊക്കെ കഴിയുന്നെന്നാ നാട്ടുകാർ പറയുന്നത്. പിള്ളേരുടെ മനസ്സിന് അനുകൂലമാണെങ്കിൽ മറ്റൊന്നും നോക്കണ്ട. എനിക്കിത്രേ പറയാനുള്ളൂ. എന്റെ ഭാര്യ മരിച്ചതിൽ പിന്നെ ഞാൻ ജീവിച്ചത് എന്റെ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു. നിർമ്മല ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ അവസ്ഥയിലായി. കരകയറാൻ തുടങ്ങുന്നതിന് മുമ്പ് സീത കാലിടറി വീണു. ഇതിന്റെ നടുക്ക് നിന്ന് നീയും നീറിപ്പോവുകയാണ്. ഒക്കെ വിധിയില്ലേ അച്ഛാ? വിധി തന്നെ. പക്ഷേ നീ വിചാരിച്ചാൽ ഈ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയും. എന്റെ സീതയ്ക്ക് ഒരു ജീവിതം കിട്ടും. ഈ ജീവിതത്തിൽ ഇനി ഒന്നും ആഗ്രഹിക്കാൻ ബാക്കിയില്ലാത്ത എന്റെ നിർമ്മലയ്ക്ക് ഉള്ളിടത്തോളം കാലമെങ്കിലും സന്തോഷമായി കഴിയാം. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ഞാൻ യാചിക്കുന്നത് ഒരിറ്റ കരുണയാണ്. നീ സീതയെ വിവാഹം കഴിച്ചാൽ ഈ കുടുംബം രക്ഷപ്പെടും. അച്ഛാ, ഇതിൽ കൂടുതൽ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്കറിയില്ല പോലെ. അച്ഛൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിച്ചേനെ. പക്ഷേ ഇതെനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. എന്താ ചിറ്റമ്മേ പറയുന്നത്? ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ? എന്റെ ചേച്ചി സുഖമില്ലാതെ കിടക്കുമ്പോൾ സേതുവേട്ടനെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് പറയാൻ അച്ഛനും ചിറ്റമ്മയ്ക്കും എങ്ങനെ മനസ്സ് വന്നു? എന്റെ സ്ഥാനത്ത് ചിറ്റമ്മയായിരുന്നെങ്കിലോ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനിതിന് സമ്മതിക്കും. എന്താണ് കാരണമെന്നോ? നിന്നേക്കാൾ കൂടുതൽ ജീവിതം കണ്ടവളാണ് ഞാൻ. സേതു നാളെ വേറൊരു വിവാഹം കഴിച്ചാലോ? അല്ലെങ്കിൽ എന്തിന്? നിന്റെ മനസ്സ് നാളെ മാറില്ലെന്ന് എന്താണ് ഉറപ്പ്? നാളെ നീ വേറൊരു വിവാഹം കഴിച്ചു പോയാൽ നിർമ്മലയ്ക്ക് പിന്നെ ആരാണുള്ളത്? സോണിയെ ആര് നോക്കും? അങ്ങനെയൊന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ചിറ്റമ്മേ. ഒരാലോചന വന്നപ്പോൾ മറുത്തു നിന്നെന്ന് കരുതി ജീവിതം മുഴുവൻ അങ്ങനെ ആകണമെന്നില്ല. പെണ്ണിന്റെ മനസ്സ് നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. നന്ദു മരിച്ചപ്പോൾ നീ കരുതിയില്ലേ അതിലും വലിയൊരു ദുരന്തം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന്? നന്ദുവിനെ കുറിച്ച് ഓർക്കാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂട്ടാൻ പറ്റില്ലെന്ന്. എന്നിട്ടോ ചേച്ചി കിടപ്പായതിൽ പിന്നെ ഒരു നിമിഷമെങ്കിലും നീ നന്ദുവിനെ കുറിച്ച് ഓർമ്മിച്ചിട്ടുണ്ടോ? ചേച്ചിയുടെ ദുഃഖം കണ്ടപ്പോൾ അതിന്റെ മുന്നിൽ നന്ദു മരിച്ച ദുഃഖം നീ മറന്നുപോയില്ലേ? നാളെ ഇതിലും വലിയൊരു സംഭവം ഉണ്ടാവുമ്പോൾ നീ ഇത് മറക്കില്ലെന്ന് ആര് കണ്ടു? ആലോചിക്കാൻ കഴിയണം സീതയെ, എങ്കിലേ ആ കുടുംബം രക്ഷപ്പെടും. സീതയെ ഉപദേശിക്കാൻ മാത്രം എനിക്ക് ജീവിതപരിചയം ഇല്ല. എന്നാലും എന്റെ ഈ കൊച്ചു മനസ്സിൽ തോന്നുന്നു പറയാണ്,
നന്ദുവിനെ സീത കണ്ടതും പരിചയപ്പെട്ടതും അവൻ സീതയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും എന്നിലൂടെയാണ്. ആ ഹരിയാണ് സീതയെ പറയുന്നത്. എന്റെ നന്ദുവിന്റെ ആത്മാവ് എന്നിൽ കൂടി സംസാരിക്കാനെന്ന് കരുതിക്കും. സീത ഈ കല്യാണത്തിന് സമ്മതിക്കണം. നിന്റെ അടുക്കൽ അന്ന് ബാങ്കിൽ വന്ന് ഞാൻ സംസാരിച്ചപ്പോ നീ ക്ഷോഭിച്ചു. എന്റെ മനസ്സിൽ തോന്നി, ഇപ്പതേ ഇവരുടെ മനസ്സിലും തോന്നിയിരിക്കുന്നു. ഇനി എന്തിനാ മോനെ ഈ കടുംപിടുത്തം? മറ്റൊരു ബന്ധത്തെക്കുറിച്ച് നിന്നോട് സംസാരിച്ചപ്പോ നീ അനുകൂലിച്ചില്ല. നിന്റെ ആ വികാരത്തെ ഞാൻ മാനിച്ചു. എന്റെ മകന് തകർന്നുപോയ ഈ കുടുംബത്തോട് സ്ഥായിയായ അടുപ്പം തോന്നിയല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. പക്ഷെ ഇപ്പോ ഇത് നീ എതിർക്കുന്നല്ലോ. ആർക്കെങ്കിലും ഒരു ജീവിതം കൊടുത്തുകൂടെ നിനക്ക്? അതുകൊണ്ട് മാത്രമല്ല, നിർമ്മല ഇങ്ങനെ കിടക്കുമ്പോൾ, സീത ഇങ്ങനെ നിൽക്കുമ്പോൾ നാട്ടുകാർക്ക് സേതുവിനെയും അവളെയും കുറിച്ച് എന്താ പറഞ്ഞുകൂടാത്തത്? അങ്ങനെ ഒരു വിഷമമുണ്ടെങ്കിൽ നിർമ്മലയും മോളും കൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. സേതു, നിന്നെ എന്റെ മരുമകനായിട്ടല്ല, മകനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നോട് നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോടാ. ഇറങ്ങിപ്പോകാൻ ഞാൻ പറഞ്ഞാൽ പോലും എന്നെ വേദനിപ്പിക്കാതെ ഇവിടെ നിന്ന് നിനക്ക് പോകാൻ കഴിയുമോടാ? കഴിയുമോ? നിങ്ങൾ സന്തോഷമായി കഴിയുമ്പോൾ നിങ്ങൾ മാറി താമസിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നിന്റെ കാല് പിടിച്ച് വിലക്കിയവനാണ് ഞാൻ. എന്നെ വിട്ടിട്ട്, വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന എന്റെ സീതയെ വിട്ടിട്ട് നിനക്ക് പോണോ? പൊയ്ക്കോ. എല്ലാം നഷ്ടപ്പെട്ട എന്നെ നിർമ്മലയെ കൂടെ ഉപേക്ഷിച്ചിട്ട് നീ പൊയ്ക്കോ. നീ എങ്കിലും പോയി രക്ഷപ്പെടും. സേതു, എന്റെ മകനാണെന്ന് സ്വാധീന പുറത്ത് നീയെങ്കിലും രക്ഷപ്പെടാമെന്ന് ആഗ്രഹിക്കാനുള്ള മനസ്സേ എനിക്കുണ്ടായുള്ളൂ. പക്ഷെ ഈ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, താനും തനിക്കുള്ള എല്ലാം നശിച്ചാലും നീയെങ്കിലും രക്ഷപ്പെട്ടെന്ന് ആഗ്രഹിക്കുന്നവനാണ്. ഈ മനസ്സ് വേദനിപ്പിച്ചാൽ നിനക്കൊരു ജന്മത്തെ സ്വൈര്യം കിട്ടില്ല. എല്ലാം നീ കേട്ടില്ലേ? എന്റെ മനസ്സ് നീ കാണുന്നില്ലേ? ഞാൻ എന്ത് ചെയ്യണം? നീ അതാണോ പറയുന്നത്? കല്യാണം ചേച്ചിക്ക് വേണ്ടി, ചേച്ചിയുടെ കുഞ്ഞിന് വേണ്ടി. ഇല്ല മോളെ, ആന്റി കരഞ്ഞില്ലല്ലോ. സേതു, ചെന്നിടന്ന് ഉറങ്ങാൻ നോക്ക്. നേരെ ഒരുപാടായി.
നല്ല കുട്ടിയല്ലേ കരയാതെ അച്ഛന്റെ പൊന്നുമോളല്ലേ കരയാതെ കരയാതെ പുറയ്ക്ക് കരയാതെ മോളെ മോളെ കുളിച്ച് നല്ല കുട്ടിയാവാം വന്നേ. സോണിക്കുട്ടി മിടിക്കല്ലേ അങ്കിള് ഒരു കഥ പറയാം പറഞ്ഞേ പറഞ്ഞാ കുളിക്കൂ.
ടാറ്റ മോളെ. കുക്കിംഗ് ഗ്യാസിന്റെ കാര്യം ഒന്ന് കണ്ട് ഓർമ്മിപ്പിച്ചേക്കണേ. മോൾ ഇത്തിരി നേരം മുത്തച്ഛന്റെ കൂടെ ഇരുന്നേ. മോക്കെ മുത്തച്ഛന് ഏത് കഥയാ പറഞ്ഞു തരണ്ടേ? ആനയുടെയും പിന്നെ കുതിരയുടെയും. ഓക്കേ. ചേച്ചി ഇതാ മരുന്ന്. ചേച്ചി 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 കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അനദർ കോമ. ഇത്തവണ സ്ലൈറ്റ്ലി സിവിയർ ആണെന്ന് മാത്രം. പൾസ് വല്ലാതെ വീക്കായിരുന്നു. ഇപ്പൊ ഇംപ്രൂവ് ചെയ്തു. പേടിക്കാനൊന്നുമില്ല. എങ്ങാനും ഉടനെ ബോധം തെളിഞ്ഞാൽ സ്ട്രെയിൻ ചെയ്യിക്കണ്ട. ഇതാ ഇതിലൊരു സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തോളൂ. സേതു ബാങ്കിലേക്ക് പൊയ്ക്കോളൂ. ഇങ്ങനെ ഉണ്ടാവുന്നത് ഒരു റുട്ടീനായിട്ട് കാണാൻ ശ്രമിക്കും. അത്യാവശ്യത്തിന് വിളിച്ചാൽ ഞാനുണ്ടല്ലോ. അപ്സെറ്റ് ആവാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവും. മോളിനി അപ്പുറത്തേക്കല്ലേ? അച്ഛൻ ഇരിക്കാ ഇവിടെ. സേതുവിന് ഊണ് തയ്യാറാക്കണ്ടേ? വാ മോളെ. ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എന്റെ കുഞ്ഞ് സംസാരിച്ചല്ലോ. ഒരു കൈ അണക്കിയല്ലോ. നേരാണോ ചേട്ടാ? ആകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാർത്തികേയനമ്മേ. പക്ഷേ
വരവും ശാപവും ഒരേ സമയം എരന്നു വാങ്ങിയ ഭക്തനായിപ്പോയി ഞാൻ. നിർമ്മല ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചാണ് സീതയുടെയും സേതുവിന്റെയും വിവാഹം ഞാൻ നടത്തിയത്. ഇപ്പോ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അച്ഛാ ഹായ്. മോളെ ആ സേതുട്ട, ചേച്ചിക്ക് സംസാരിക്കാം. ഒരു കൈ അനക്കാം. നിർമ്മലേ, അമ്മേ ഹലോ, ഡോക്ടർ റൈസലല്ലേ? ഞാൻ സീത. ഡോക്ടർ, ചേച്ചിക്ക് സംസാരിക്കാം. ഒരു കൈ അനക്കാം. അതെ ഡോക്ടർ, സത്യം. അച്ഛാ വന്നേ. അച്ഛാ നിർമ്മല. മോളെ അച്ഛാ, ഫോൺ കോൾ കിട്ടിയപ്പോ ഞാൻ കരുതിയത് അണയാൻ പോകുന്ന നാളത്തിന്റെ ആഴല് മാത്രമാണെന്നാണ്. പക്ഷേ നിർമ്മലയെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തവണത്തെ കോമയിൽ നിന്ന് അവൾ തിരിച്ചു വന്നിരിക്കുന്നത് ജീവിതത്തിലേക്കാണ്. മരണത്തിന് എഴുതി തള്ളിയ ഒരു രോഗി രക്ഷപ്പെടുന്നു എന്നറിയുമ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട മുഹൂർത്തമാണ്. എന്റെ മുഖത്ത് നോക്കി ആദ്യം അച്ഛാന്ന് വിളിച്ചത് എന്റെ നിർമ്മല മോളാണ്. അവക്ക് ജീവിതമില്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. ഇപ്പോൾ അവൾ രക്ഷപ്പെടുക എന്നറിഞ്ഞപ്പോൾ
എന്റെ മോക്ക് ജീവിതം മടക്കി കിട്ടുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനാവില്ല ഡോക്ടർ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട അച്ഛൻ. പക്ഷേ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല ഡോക്ടർ. സേതുവും സീതയും അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഡോക്ടർ, ചേച്ചിക്ക് ഡോക്ടറെ കാണണമെന്ന്. ഡോക്ടർ, എന്തിനെന്നോടിത് ചെയ്തു? എന്തിനെനിക്ക് ഈ ജീവിതം തിരിച്ചു തരുന്നു? എനിക്കിത് ആവശ്യമില്ല ഡോക്ടർ. ഞാനിത് ദാനം കൊടുത്തു പോയതല്ലേ. പ്ലീസ് ഡോക്ടർ, എന്നെ രക്ഷപ്പെടുത്താതിരിക്കൂ. എനിക്ക് ആഗ്രഹം ജീവിതമല്ല, എന്നെ കൊന്നു തരൂ. പ്ലീസ് ഡു മെർസി കില്ലിംഗ് ടു മീ. പ്ലീസ് ഡോക്ടർ, പ്ലീസ്. നിർമ്മലേ, ഇഷ്ടമില്ലാഞ്ഞിട്ടുണ്ട് ഞാൻ വഴങ്ങിയത്. എല്ലാത്തിനും ഒരു പരിഹാരമാകുമെന്ന് കരുതിയാണ്. എന്നിട്ട് ആരും പ്രതീക്ഷിക്കാത്തതല്ലേ സേതുവേട്ട സംഭവിക്കുന്നത്. ഇനി എങ്ങനെ നേരിടാൻ ശ്രമിക്കണം? പറയാൻ എളുപ്പമാണ് ഹരി. ഞാനും ഇത് എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എങ്ങനെ നേരിടും അത് മാത്രം ആർക്കും പറഞ്ഞുതരാൻ കഴിയില്ല. ആർക്കും. ചേച്ചി ഒന്ന് ചാരിയിരുത്തു. നീ കരയരുത്, ഒന്നും ഓർത്ത് വിഷമിക്കരുത്. നിനക്ക് ഞാൻ ഈ ജീവിതം തന്നത് പൂർണ്ണ മനസ്സോടെയാണ്. ഞാൻ ഒരിക്കലും അത് തിരിച്ചെടുക്കില്ല. നിങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് രാത്രി നീ എന്റെ അടുത്തിരുന്ന് കരഞ്ഞപ്പോൾ ഞാൻ ഉള്ളിൽ കരയുകയായിരുന്നു. സേതുവേട്ടന്റെ അടുത്തേക്ക് പോകൂന്ന് പറയാൻ എനിക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നീ പോയി കഴിഞ്ഞ് സേതുവേട്ടൻ എന്റെ മുറിയിൽ വന്നപ്പോൾ ഞാൻ വേണമെന്ന് വെച്ച് കണ്ണടച്ചു കിടന്നു. കണ്ണ് തുറന്നു കിടന്നാൽ സേതുവേട്ടൻ തിരിച്ചു പോയില്ലെങ്കിലോ എന്നോർത്ത്. മനസ്സിത് പൂർണ്ണ മനസ്സോടെയാണ് ചേച്ചി നിനക്കെല്ലാം വിട്ടുതന്നത്. ഞാനിത് ഒരിക്കലും തിരിച്ചെടുക്കില്ല, ഒരിക്കലും. ചേച്ചി സേതുവേട്ടന് ചോറ് വിളമ്പ്. എന്റെ സീത അവള് പാവമാണ്, അവളെ വേദനിപ്പിക്കരുത്. അവളോട് വിളമ്പി കാത്തിരിക്കാവോ? ചെല്ലു പ്ലീസ്. മതി. ചേച്ചി പറയാറുണ്ടല്ലോ ഉള്ളിത്തോരൻ സേതുവേട്ടന് ഇഷ്ടമാണെന്ന്. പിന്നെന്താ കഴിക്കാത്തത്? കഴിക്കൂ സേതുവേട്ട.
മതി. സോനുമോള് മുറിയിൽ ഒറ്റയ്ക്കാണ്. സേതുട്ടൻ ചെല്ലേ. ഇതേ 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 ആഹാ ഇവിടെ വന്ന് കിടക്കണോ? ഇതേ 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 അച്ഛാ അച്ഛാ എന്താ സേതു? അച്ഛാ സീത ആ